യെസ്, ഹായ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാത്സിലെ 4th ചാപ്റ്റർ ആണ്. 4th ചാപ്റ്ററിന്റെ പേര് ഡിറ്റർമിനൻസ് എന്നാണ്. ഓക്കെ, അപ്പൊ നോക്കുക, മെട്രിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടി എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന. എന്നാൽ മെട്രിക്സ് നന്നായിട്ട് പഠിച്ചവർക്കാണ് ഡിറ്റർമിനൻസ് ഈസി ആകാൻ സാധ്യതയും ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷനെ കുറിച്ച് പറയുമ്പോൾ എന്ത് തന്നെ വീണ്ടും ഓർക്കുക, നമ്മളുടെ എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. ഓക്കെ, ബോർഡ് എക്സാമിനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ടോപ്പിക്കുകളെ കുറിച്ച് പറയാൻ പറ്റുന്നത്. എന്തായാലും 5 ചാപ്റ്റേഴ്സ് മാത്രമുള്ള ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷന് മിക്കവാറും ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരെ വരാൻ സാധ്യത ഉള്ളതാണ്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്സിലേക്ക് നീങ്ങാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഡിറ്റർമിനന്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ, ടു എവറി സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, ഒരു സ്ക്വയർ മെട്രിക്സ് അത് 1/1 ആകാം, 2/2 ആകാം, 3/3 ആകാം. ആ ഒരു ലെവൽ വരെ നമുക്ക് പഠിക്കാനുള്ളൂ. 1/1, 2/2, 3/3. അങ്ങനെ ഒരു സ്ക്വയർ മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്നു. ആ സ്ക്വയർ മെട്രിക്സിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു സിംഗിൾ വാല്യൂ കിട്ടുകയാണ്. അതായത് ആ വാല്യൂ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആകാം, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ ആകാം. അങ്ങനെ ഒരു സിംഗിൾ വാല്യൂവിലേക്ക് വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിറ്റർമിനന്റ്. ഓക്കെ, അപ്പൊ ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു ഡിറ്റർമിനന്റ് ഞാൻ ജസ്റ്റ് ഒരു മെട്രിക്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. മെട്രിക്സ് 1/1 മെട്രിക്സ് ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു 1/1 മെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DET A എന്ന് എഴുതും, ഡെറ്റ് A എന്ന് എഴുതും, അല്ലെങ്കിൽ 2 വരി ഇട്ടിട്ട് A എന്ന് എഴുതും. അപ്പൊ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഈ വാല്യൂ എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, അപ്പൊ ഒരു 1/1 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, ദെൻ ഒരു 2/2 മെട്രിക്സ് എന്നേക്കാണ്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ABCD എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് A ഈസ് റിട്ടൺ ആസ്, ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ എഴുതിയേക്കാണ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കിയിട്ട് ABCD എന്ന് എഴുതിയേക്കുന്ന മെട്രിക്സിനെ നമ്മൾ ഡിറ്റർമിനന്റിന്റെ ഫോമിലേക്ക് മാറ്റിയേക്കുന്നതാണ്. ഇവിടെ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇത് ബെൻഡ് ഇല്ലാത്ത വരയാണ് കേട്ടോ, ഇങ്ങനെ നേരെ പോയേക്കുന്ന വരയാണ്, അറിയാണ്ട് ബെൻഡിങ് വന്നു പോയേക്കുന്നതാണ്. ഓക്കെ, സോ ആ തന്നിരിക്കുന്ന മെട്രിക്സിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. സോ ഞാൻ ഇപ്പൊ പറഞ്ഞാലും ഒന്നും കൂടി പറഞ്ഞാണ്, ഒരു മെട്രിക്സ്, ആ മെട്രിക്സിന്റെ ഓർഡർ 1 ആണ് എന്നുണ്ടെങ്കിൽ ആ വാല്യൂ തന്നെയാണ്, ആ തന്നിരിക്കുന്ന മെട്രിക്സ് തന്നെയാണ് അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ A എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നു, അതിന്റെ ഓർഡർ 1 ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് = A തന്നെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് നോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ 2/2 മെട്രിക്സ്, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഓക്കെ, ഈ സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് 2/2 എന്ന് പറയണമെന്ന് നിർബന്ധമില്ല, ഓർഡർ 2 എന്ന് പറഞ്ഞാലും മതി. സോ ഇവിടെ നമുക്കൊരു മെട്രിക്സ് തന്നേക്കാണ്. ആ മെട്രിക്സ് 2/2 ആണ്. അപ്പൊ 2 റോയും ഉണ്ട്, 2 കോളവും ഉണ്ട്. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കുക. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ മെട്രിക്സ് എഴുതി ഈ 2 എലമെന്റുകൾ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ മൈനസ് ഈ 2 എലമെന്റുകൾ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഡിറ്റർമിനന്റ് എന്നുള്ളതിന് DET A എന്ന് എഴുതി, അല്ലെങ്കിൽ 2 വരി ഇട്ടിട്ട് അവിടെ A എന്ന് എഴുതി. ദെൻ ഈ മെട്രിക്സിനെ ഡിറ്റർമിനന്റ് ആക്കി എഴുതി, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. A11 ഉം A22 ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് A21 ഉം A12 ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ആ രീതിയിലാണ് പോയേക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡിറ്റർമിനന്റ് ആക്കിയത് തന്നേക്കുന്ന ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് 2, 4, -1, 2. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ 2 വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ മൈനസ്, പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനുശേഷം മൈനസ്, ദെൻ ഈ 2 വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. സൊല്യൂഷൻ, വി ഹാവ് സൊല്യൂഷൻ 2 × 2 2 മൈനസ് 4 × -1. അപ്പോ മൈനസും മൈനസും പ്ലസ് ആയി. 4 + 4 become 8. 4 + 4 എന്ന് പറയുന്നത് എന്തായി? 8 ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാ വരുന്നത് നോക്കാം. 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഈ റോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, ഈ റോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം,
ഈ റോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഒരൊറ്റ പ്രോബ്ലം മാത്രമേ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുള്ളൂ. സോ ഇനി വരാൻ പോകുന്ന പല പ്രോബ്ലംസിലും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുണ്ടാവും. അവിടെ എല്ലാം ഈസി ആയിട്ട് ഷോർട്ട് കട്ട് മെത്തേഡിൽ എന്ത് കണ്ടുപിടിക്കും, ഈ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ് ഓൺ ദി ബേസിസ് ഓഫ് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് റോയില ഫസ്റ്റ് എലമെന്റ് എടുക്കുക. ഫസ്റ്റ് എലമെന്റ് 1. ദെൻ ആ ഫസ്റ്റ് എലമെന്റ് ഇൻക്ലൂഡ് ആകുന്ന റോയും എലിമിനേറ്റ് ചെയ്യുക, കോളവും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി വരുന്നത് 3 0 1 0. അതിവിടെ എഴുതുക 3 0 1 0. ദെൻ അതിനുശേഷം ഒരു നെഗറ്റീവ് സൈൻ ഇടുക. നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് ഫസ്റ്റ് റോയില രണ്ടാമത്തെ എലമെന്റ് എടുക്കുക. രണ്ടാമത്തെ എലമെന്റ് 2. ഇവിടെ ഒരു മൈനസ് ഇട്ടതിന് ശേഷം ഏതാണോ രണ്ടാമത്തെ എലമെന്റ് അത് എഴുതുക. ദെൻ ആ 2 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. 2 വരുന്ന റോ ഇതാണ്, ആ റോ എലിമിനേറ്റ് ചെയ്യുക. 2 വരുന്ന കോളം ഇതാണ്, അത് എലിമിനേറ്റ് ചെയ്യുക. സോ -1 0 4 0 -1 0 4 0 ഇങ്ങനെയാണ് വരുന്നത്. -1 0 4 0. ദെൻ പ്ലസ് ലാസ്റ്റത്തെ എലമെന്റ് എഴുതുക. ലാസ്റ്റത്തെ എലമെന്റ് 4 ആണ്. ആ 4 വരുന്ന കോളം അതുപോലെ തന്നെ റോ എലിമിനേറ്റ് ചെയ്യുക. ബാക്കി വരുന്നത് -1 3 then 4 1. ഓക്കെ, ദെൻ ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് 1 into 2/2 ചെയ്ത പോലെ 3 into 0 0 -1 into 0 0 മൈനസ് ഇടണം. -2 into ഇത് രണ്ടും കൂടി 0 -0. ദെൻ അഗെയിൻ പ്ലസ് 4 into ഇത് രണ്ടും കൂടി -1 മൈനസ് ഇത് രണ്ടും കൂടി 12. ഓക്കെ, സോ ഈ വാല്യൂ 0, ഈ വാല്യൂ 0. ഇവിടെ വരുന്നത് 4 into -13 that is equal to -52. ഓക്കെ, -52 ആണ് നമുക്ക് ഇവിടുത്തെ എന്ത് കിട്ടുന്നത്, ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഞാനിപ്പോ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്തേക്കുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് റോയിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് പോസിറ്റീവ് ആയിട്ടും രണ്ടാമത്തെ എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഇവിടെ നെഗറ്റീവ് ഇടണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ. ഇനി രണ്ടാമത്തെ റോ വെച്ചിട്ട് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാം, മൂന്നാമത്തെ റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാം. ഏത് രീതിയിൽ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴും ഈ ഒരു റൂള് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് എലമെന്റ് പോസിറ്റീവ്, സെക്കൻഡ് എലമെന്റ് നെഗറ്റീവ്, തേർഡ് എലമെന്റ് പോസിറ്റീവ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെന്റ് പോസിറ്റീവ് ആണ് എന്ന് എടുക്കാനല്ല പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് എലമെന്റിന്റെ സ്ഥാനത്ത് വരുന്ന വാല്യൂ എന്താണോ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യരുത്. അതായത് 2 ആണെങ്കിൽ 2 എന്ന് തന്നെ എടുക്കണം, -2 ആണെങ്കിലും -2 എന്ന് തന്നെ എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ എലമെന്റിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണോ വാല്യൂ വന്നിരിക്കുന്നത് അതിനെ നെഗറ്റീവ് ആക്കി എടുക്കണം. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോസിറ്റീവ്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഇങ്ങനെയാണ് നമ്മളുടെ റോ വെച്ചിട്ടുള്ള എക്സ്പാൻഷൻ വരുന്നത്. അപ്പൊ ഇതൊരു 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എല്ലാ പ്രോബ്ലത്തിലും ഉണ്ടാകും. പിന്നെ ചിലപ്പോൾ ഒരു സിംഗിൾ പ്രോബ്ലം വേണമെങ്കിൽ ഒരു 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മളോട് ചോദിക്കാം. ഇപ്പൊ ഈ ഒരു പ്രോബ്ലം ഞാൻ ഇപ്പൊ സോൾവ് ചെയ്തേക്കുന്നത് C3 എന്ന് പറയുന്ന കോളം ഉപയോഗിച്ചിട്ടാണ്. തേർഡ് കോളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവാലുവേറ്റ് ചെയ്തേക്കണം. ഈ തേർഡ് കോളം ഉപയോഗിച്ച് ഞാൻ ഇവാലുവേറ്റ് ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയ ആൻസർ 52 ആണ്. നിങ്ങൾ ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോ അല്ലെങ്കിൽ കോളം ഉപയോഗിച്ചിട്ട് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ എക്സ്പാൻഡ് ചെയ്താലും ആൻസർ എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത ഒരു പ്രോബ്ലം വന്നേക്കുന്നത് സാധാരണ രീതിയിൽ ഒരു 2 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഡിറ്റർമിനന്റിൽ ഒരു പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. എക്സ് കണ്ടുപിടിക്കുക, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. രണ്ട് ഡിറ്റർമിനന്റുകൾ ഈക്വൽ ആണെന്ന് പറയും. ഇവിടെ മെട്രിക്സിന്റെ ടോപ്പിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ ആകരുത്. നമ്മൾ മെട്രിക്സുകൾ ഈക്വൽ മെട്രിക്സ് പഠിച്ചപ്പോൾ ഈ മെട്രിക്സും ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റുകൾ ഈക്വൽ ആണെന്ന് പഠിച്ചു. എന്നാൽ ഇവിടെ അങ്ങനെ പഠിക്കാനായിട്ട് പാടില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് ആണ് ഈക്വൽ ആണെന്ന് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞാണ്. അപ്പോ 3 = 3, അപ്പൊ x =
2 എന്നും പിന്നെ ഇവിടെ x ഈക്വൽ ടു 4 എന്നും വരും. അത് തെറ്റാണ്, അങ്ങനെ എടുക്കാനായിട്ട് പാടില്ല. സോ ഇവിടെ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക. 2 മാർക്സിന്റെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തെഴുതി, ദെൻ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കണം? 3 into 1 3 x into x x square. ഓക്കെ, ദെൻ അപ്പൊ നോക്കുക 3 minus x square റൈറ്റ് സൈഡിൽ വരുന്നത് 3ഉം -8ഉം. അതെങ്ങനെയാണ് നോക്കുക? 1 into 3 എന്ന് പറയുന്നത് 3, ദെൻ -4 into 2 എന്ന് പറയുന്നത് 8. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ 3 minus x square is equal to 3 minus 8 എന്ന് വന്നു. ദെൻ 3 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് -x square equal to -8 എന്നാണ്. -x square equal to -8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x square equal to 8 എന്ന് പറയും. x square equal to 8 എന്ന് പറയുമ്പോൾ x സോൾവ് ചെയ്യുമ്പോൾ +or-2√2 എന്ന് വരും. ഓക്കെ, +or-2√2. ഇതുപോലെ x ഇവാലുവേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഇനിയും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോ എടുത്തേക്കുന്ന 7th ക്വസ്റ്റ്യനിൽ x ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്. 7th സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ x ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്. 8th ക്വസ്റ്റ്യൻ x ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്. സോ ഒരു പ്രോബ്ലം കൂടി ഞാൻ ഇവിടെ x ഇവാലുവേറ്റ് ചെയ്യുന്ന കാണിക്കാം. സോ ഈ ഒരു പ്രോബ്ലമാണ് ഞാൻ x ഇവാലുവേറ്റ് ചെയ്യണ കാണിക്കാൻ പോകുന്നത്. സോ x into x x square minus 18 into 2 is 36 is equal to ഇത് നോക്കുക 36 6 into 6 36 മൈനസ് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം 36. സോ x square minus 36 is equal to 0. x square is equal to 36. x is equal to +or-6. x is equal to +or-6. That is option B is the right answer. ഓക്കെ, അങ്ങനെ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. സോ ഇവിടെ 3rd ക്വസ്റ്റ്യൻ ഉണ്ട്, 4th ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതും എക്സാമിന് ചോദിച്ചേക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതില് ഞാൻ 3rd ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 3rd ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് 3rd ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ വരുന്നത് എന്ന് നോക്കാം. 3rd ക്വസ്റ്റ്യനും 4th ക്വസ്റ്റ്യനും ഓൾമോസ്റ്റ് സെയിം തന്നെയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തായാലും നോക്കാം. 3rd ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. A is equal to a square matrix which is 1 2 4 2 and show that determinant 2a is equal to 4 times determinant a. ഇതാണ് നമ്മൾ ഷോ ചെയ്യേണ്ടത്. ഡിറ്റർമിനന്റ് 2a is equal to 4 times determinant a. സോ നമ്മളിവിടെ ആദ്യം തന്നെ ഡിറ്റർമിനന്റ് a കണ്ടുപിടിക്കുക. സോ വാട്ട് ഇസ് ഡിറ്റർമിനന്റ് a is 1 2 4 2 is equal to 2 minus 8 is equal to -6. Cross multiply ചെയ്തപ്പോൾ -6. So 2 times determinant a. What is sorry is 4 times determinant a. 4 times determinant a is equal to 4 into -6 is equal to -24. So what is the value of 2a? 2a is actually ഓരോ എലമെന്റിനെ 2 വെച്ച് മൾട്ടിപ്ലൈ 2 4 8 4. സോ ഡിറ്റർമിനന്റ് 2a determinant 2 4 8 4. So just cross multiply is become 8 minus 32. 8 minus 32 is -24. So this result is showed. Okay, കാരണം നമ്മളുടെ ഡിറ്റർമിനന്റ് 2a എന്നുള്ള വാല്യൂവും അതുപോലെ തന്നെ 4 times ഡിറ്റർമിനന്റ് a എന്നുള്ള വാല്യൂവും എന്താണെന്ന് കിട്ടി? ഈക്വൽ ആണ് എന്ന് കിട്ടി. സോ ഈ ഒരു പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ തന്നിരിക്കുന്ന പ്രോബ്ലം ആണ്. നമ്മുടെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനും കൂടി ആണ്. ഓക്കെ, സെയിം മോഡലിൽ തന്നെ 4th ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. 4th ക്വസ്റ്റ്യൻ ഓർഡർ 3 ആണെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ 3a കണ്ടുപിടിക്കണം, അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം, പിന്നെ ഡിറ്റർമിനന്റ് a മാത്രം കണ്ടുപിടിക്കണം, അതിനെ 27 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ആ രീതിയിലാണ് അത് സോൾവ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. ഡിറ്റർമിനന്റ് ഉപയോഗിച്ചിട്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഹൂസ് വെർട്ടീസസ് ആർ ഗിവൺ. അതിന്റെ വെർട്ടീസസ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ യൂസിങ് ഡിറ്റർമിനൻസ്. അപ്പൊ ഇവിടെ നമുക്ക് ട്രയാങ്കിൾസിന്റെ വെർട്ടീസസ് വരുന്നത് x1 y1. Then ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. is actually x2 y2 and x3 y3 are the vertices of triangle. ട്രയാങ്കിൾസിന്റെ വെർട്ടീസസ് എന്ന് പറയുന്നത് x1 y1 x2 y2 and x3 y3. സോ
ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഹാഫ് ഡിറ്റർമിനന്റ് എക്സ് കോർഡിനേറ്റ് എല്ലാം താഴെ എഴുതുക x1 x2 x3 ദെൻ y കോർഡിനേറ്റ് എല്ലാം താഴെ എഴുതുക y1 y2 y3 ദെൻ ഈ എലമെന്റുകളെല്ലാം 1 ആക്കി എഴുതുക. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, കോർഡിനേറ്റ്സ് മാത്രം ആദ്യം എക്സ് കോർഡിനേറ്റ് താഴെ എഴുതുക, y കോർഡിനേറ്റ് താഴെ എഴുതുക, ദെൻ തേർഡ് കോളത്തിൽ എലമെന്റുകളെല്ലാം 1 ആണ്. ദെൻ അവിടെ ഒരു ഹാഫ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ദ ബേസിക് ഇക്വേഷൻ. സോ ഇവിടെ നമ്മള് ഈ ഡിറ്റർമിനന്റും അതിന്റെ വാല്യൂ ഏരിയയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ഒരു പോയിന്റ് ആണ് ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് കിട്ടും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചപ്പോൾ -6 കിട്ടി, അല്ലെങ്കിൽ -52 കിട്ടി. സോ ഡിറ്റർമിനന്റ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്ന. പക്ഷെ നമ്മളോട് ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറയണമെങ്കിൽ ആ നെഗറ്റീവ് വാല്യൂ കിട്ടിയതിനെ നമ്മൾ എന്താക്കി എഴുതണം? പോസിറ്റീവ് വാല്യൂ ആക്കി എഴുതണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ചോദ്യത്തില് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് കിട്ടിയാൽ അത് പോസിറ്റീവ് ആക്കി എഴുതണം. ഇനി ഒരു കാര്യം, ഏരിയ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ വാല്യൂ, ഡിറ്റർമിനന്റ് വാല്യൂ ശ്രദ്ധിച്ചു കേൾക്കുക. ഏരിയ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ ചിലപ്പോൾ പോസിറ്റീവും ആയിരുന്നിരിക്കാം, നെഗറ്റീവും ആയിരുന്നിരിക്കാം. ചിലപ്പോ ഏരിയ ആയിട്ട് നമ്മൾ എഴുതുന്നത് നെഗറ്റീവ് ആയിരുന്ന വാല്യൂവിനെ പോസിറ്റീവ് ആക്കി എഴുതിയതായിരിക്കും. അപ്പൊ അതിനെ തിരിച്ച് നമ്മൾ ചിന്തിക്കണമെന്ന്. ഏരിയ എന്ന് പറയുന്നത് തന്നു കഴിഞ്ഞാൽ അത് ഡിറ്റർമിനന്റ് വാല്യൂ ആക്കി എടുക്കുമ്പോൾ നെഗറ്റീവും ആകാം, പോസിറ്റീവും ആകാം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഏരിയ വാല്യൂ 0 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഒരു ട്രയാങ്കിൾ ഇല്ല. അവിടെ എല്ലാ വെർട്ടെക്സും ഒരു ലൈനിലായിരിക്കും, കൊളീനിയർ ആയിരിക്കും എന്ന് പറയാം. അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട് 3 വെർട്ടെക്സ് തന്നിട്ട് ഈസ് ദിസ് വെർട്ടെക്സ് ആർ ലൈ ഓൺ എ സെയിം ലൈൻ, അല്ലെങ്കിൽ കൊളീനിയർ ആണോ എന്ന് ചോദിക്കാറുണ്ട്. കൊളീനിയർ ആണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി, 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇസ് ഫോംഡ് ബൈ 3 കൊളീനിയർ പോയിന്റ്സ് ഇസ് 0. ഓക്കെ, ദെൻ നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടീസസ് ആർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടീസസ് ആർ 3 8 -4 2 and 5 1. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഡിറ്റർമിനന്റ് എക്സിന്റെ വാല്യൂസ് താഴെ എഴുതുക, വൈയുടെ വാല്യൂസ് താഴെ എഴുതുക, ബാക്കിയെല്ലാം 1 1 1 എന്ന് എഴുതുക. അപ്പൊ നമുക്കൊരു ഡൗട്ട്, ഇതൊക്കെ തന്നെയാണോ വന്നേക്കുന്നത് നോക്കുക. എക്സിന്റെ വാല്യൂ 3 -4 5. അപ്പോ വന്നേക്കുന്ന വാല്യൂ കറക്റ്റ് ആണോ നോക്കാം. എക്സിന്റെ വാല്യൂ താഴെ വേണം, 3 -4 5. യെസ്, കറക്റ്റ് ആണ്. ഇനി നമുക്ക് അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കണം, ഹാഫ്. ഞാൻ ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചേക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോ വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു, ഞാൻ പറഞ്ഞിരുന്നു ഇനി ഓരോ എക്സ്പാൻഷനും ഡീറ്റെയിൽ ആയിട്ട് എഴുതൂല എന്ന് പറഞ്ഞിരുന്നു. സോ ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എക്സ്പാൻഡ് ചെയ്തത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തു. സോ ദ ആൻസർ ഇസ് 61/2. നമ്മുടെ ആൻസർ വരുന്നത് 61/2 എന്നാണ് ഏരിയ വന്നേക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം വരാം. ഇനി ഒരു ചോദ്യം വരാൻ സാധ്യത ഉള്ളത്, നമുക്ക് വെർട്ടെക്സ് തരും, ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഏരിയയും തരും. പക്ഷെ വെർട്ടെക്സിൽ ഒരു കോർഡിനേറ്റ് മിസ്സിംഗ് ആയിരിക്കും. ഇപ്പോ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന 1 3 ആണ്, ബി എന്ന് പറയുന്നത് 0 0 ആണ്. ദെൻ ഇവിടെ ഒരു കോർഡിനേറ്റ് കൂടി തന്നിട്ടുണ്ട് ഡി. ഡി എന്ന് പറയുന്നത് K0 ആണ്. കെ കണ്ടുപിടിക്കണം. പക്ഷെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 3 സ്ക്വയർ യൂണിറ്റ് ആണ്. ഏരിയ എന്ന് പറയുന്നത് 3 സ്ക്വയർ യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏരിയ ഗിവൺ ആണ്. ഏരിയ ഗിവൺ ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ ആക്കി എഴുതുമ്പോൾ അവിടെ 3 എന്നും വരാം, -3 എന്നും വരാം. ഓക്കെ, ആൻസറിൽ 3 എന്നും വരാം, -3 എന്നും വരാം. 3 എന്ന് വന്നാലും ഏരിയ 3 എന്ന് എഴുതും, -3 എന്ന് വന്നാലും ഏരിയ 3 എന്ന് നമ്മൾ എഴുതും. പക്ഷെ ഏരിയ ആണ് തരുന്നതെങ്കിൽ ഈ രണ്ട് പോസിബിലിറ്റി കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഈ കെ കണ്ടുപിടിക്കാനുള്ള വഴി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മള് പ്രോബ്ലത്തിലേക്ക് നീങ്ങുകയാണ്. പ്രോബ്ലത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മളുടെ ആദ്യത്തെ കോർഡിനേറ്റ് നമ്മൾ എടുത്തു 0 0 1, പിന്നെ 1 3 1, പിന്നെ കോർഡിനേറ്റ് നമ്മൾ എക്സ് വൈ 1 എന്നെടുത്തു. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 0. ഇവിടുത്തെ ഏരിയ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഒരു മിനിറ്റ്, ഒരു ചെറിയ മാറ്റമുണ്ട്.
ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്കിപ്പ് ചെയ്യണ്ട. ഇവിടെ ക്വസ്റ്റ്യൻ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, യെസ്. ഞാൻ അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് നീങ്ങുന്നത്. ഇവിടെ ഞാൻ തൽക്കാലം അതൊന്ന് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. അതെ, ഇവിടെ വന്നേക്കുന്നുണ്ട്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇസ് 3. ഇവിടെ നിന്നാണ് നമ്മുടെ സൊല്യൂഷൻ തുടങ്ങുന്നത് കേട്ടോ. നേരത്തെ ക്വസ്റ്റിന്റെ സൊല്യൂഷൻ തുടങ്ങുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. ഓക്കെ, അപ്പോ നമ്മള് ഹാഫ് എടുത്തു, ദെൻ കോർഡിനേറ്റ് കൊടുത്തു 1 3 1, പിന്നെ 0 0 1, k 0 1. k ആണ് അവിടുത്തെ ഒരു കോർഡിനേറ്റ് ഉണ്ടായിരുന്നത്. ഈ വാല്യൂ എന്താണെന്ന് കൊടുത്തേക്കണം? വെറുതെ 3 എന്നല്ല കൊടുത്തേക്കണം, ഇറ്റ്സ് പ്ലസ് ഓർ മൈനസ് 3 എന്ന് കൊടുത്തേക്കുന്നുണ്ട്. +3 വരാൻ സാധ്യതയുണ്ട്, -3 വരാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചു. ഞാൻ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഓക്കെ, ഒന്ന് നോക്കിക്കോളൂ. അതെ, 1 ഇവിടെ ഓൾറെഡി ഒരു ഹാഫ് അടപ്പുണ്ട്. ദെൻ 1 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 0. -3 ഇത് പോയി. അപ്പോ 1ഉം 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, -1ഉം കെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k, +1 ഇൻറ്റു ഈ 1 ആണ്. ഇത് പോയി, ബാക്കി എല്ലാം 0 ആയി പോകും. സോ ദിസ് ഇസ് ഈക്വൽ ടു +or-3. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഹാഫ് ഇവിടെ മൈനസും പ്ലസ്, ഹാഫ് 3k ഇസ് ഈക്വൽ ടു +or-3. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്റ്റെപ്പ് വന്നേക്കുന്നത്. ഹാഫ് 3k ഇസ് ഈക്വൽ ടു +or-3. ഹാഫ് 3k ഇസ് ഈക്വൽ ടു +or-3. ഓക്കെ, യെസ്, മൈനസും പ്ലസ്. അപ്പോ രണ്ട് പോസിബിലിറ്റി ആണ് ഇവിടെ ഉള്ളത്. ഇത് വിട്ടേക്കാം. രണ്ട് പോസിബിലിറ്റി ആണ് നമുക്കുള്ളത്. ഒന്ന് 3k/2 ഇസ് ഈക്വൽ ടു 3 വരും, 3k/2 ഇസ് ഈക്വൽ ടു -3 വരും. അപ്പൊ k ഇസ് ഈക്വൽ ടു 3 × 2/3 വരും, ദാറ്റ് ഈസ് 2. ഇവിടെ k ഇസ് ഈക്വൽ ടു -3 × 2/3 വരും, ആൻസർ ഇസ് -2. സോ ദ പോസിബിൾ വാല്യൂസ് ഓഫ് k, കെയുടെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കെയുടെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 2ഉം -2ഉം ആണ്. കെയുടെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 2ഉം -2ഉം ആണ്. സോ ഏരിയയുടെ ക്വസ്റ്റ്യനിൽ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് ആയി ഏരിയ കണ്ടുപിടിക്കാൻ പറയാം, പിന്നൊന്ന് ഏരിയ തന്നിട്ട് മിസ്സിംഗ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറയാം. മിസ്സിംഗ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റീസ് എടുക്കണം. ഏരിയയുടെ വാല്യൂ പോസിറ്റീവിലും കൺസിഡർ ചെയ്യണം, ഏരിയയുടെ വാല്യൂ നെഗറ്റീവിലും കൺസിഡർ ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. ഇതില് രണ്ട് ടൈപ്പ് മെട്രിക്സുകളുടെ അഡ്ജോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഒന്ന് 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റും പിന്നൊന്ന് 3/3 മെട്രിക്സിന്റെ അഡ്ജോയിന്റും. അപ്പൊ അഡ്ജോയിന്റിന്റെ ഡെഫിനിഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ബിക്കോസ് നമുക്ക് ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, നോക്കാം. നമുക്കൊരു മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സിലേക്ക് വരാം. ഓക്കെ, യെസ്, ഒന്ന് നോക്കാം. ഒരു മെട്രിക്സ് നമുക്ക് തന്നേക്കുന്നതാണ്. നമുക്ക് തന്നിരുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് തന്നിരുന്നത് എന്ന് വിചാരിക്കുക. ഇതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറാണ് ഞാൻ പറയുന്നത്. പ്രൊസീജിയർ ഇതാണ്. ഈ തന്നിരിക്കുന്ന രണ്ട് എലമെന്റുകളും ഇന്റർചേഞ്ച് ചെയ്യണം. ഇവിടെ A11 ആണ്, ഇവിടെ A22 ആണ്. അത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്യണം. അതാണ് ഞാൻ ഇവിടെ ഇന്റർചേഞ്ച് എന്ന് എഴുതിയേക്കുന്നത്. ഈ രണ്ട് എലമെന്റുകൾ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യണം. ഇവിടെ A21 ആണ്, ഇവിടെ A12 ആണ്. അതിന്റെ രണ്ടിന്റെയും സൈൻ ചേഞ്ച് ചെയ്യണം. സോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. ഇഫ് മെട്രിക്സ് A is equal to 2 - 3 4 - 5 ഇങ്ങനെയാണ് എങ്കിൽ ദ അഡ്ജോയിന്റ് A is equal to, അഡ്ജോയിന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇന്റർചേഞ്ച് ദീസ് ടു എലമെന്റ്സ്, -5 2 എലമെന്റുകൾ ഇന്റർചേഞ്ച് ചെയ്യുക. ദെൻ ഈ രണ്ട് എലമെന്റുകളുടെയും സൈൻ ചേഞ്ച് ചെയ്യുക. 4 become -4, -3 become +3. ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇന്റർചേഞ്ച് ദ ഡയഗണൽ എലമെന്റ്സ് ആൻഡ് ജസ്റ്റ് സൈൻ ചേഞ്ച് ദ ഓഫ് ഡയഗണൽ എലമെന്റ്സ്.
രണ്ട് ഡെഫിനിഷൻസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, ചിലപ്പോൾ ഹാഫ് മാർക്കിന്റെ വരാൻ സാധ്യതയുള്ളതാണ്. വാട്ട് ഇസ് മീൻ ബൈ എ സിംഗുലാർ മെട്രിക്സ്? വാട്ട് ഇസ് മീൻ ബൈ എ സിംഗുലാർ മെട്രിക്സ്? ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചപ്പോ ആ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗുലാർ മെട്രിക്സ്. ഒരു ഡെഫിനിഷൻ ആണ്. വാട്ട് ഇസ് എ സിംഗുലാർ മെട്രിക്സ്? A matrix, a square matrix is said to be singular if determinant A is equal to 0. Okay. അപ്പോ എ സിംഗുലാർ ആകുന്ന എപ്പോഴാണ്? ഡിറ്റർമിനന്റ് 0 ആകുമ്പോഴാണ്. ഇപ്പൊ ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ 8 into 1 8 minus 4 into 2 8. സോ അതിന്റെ ആൻസർ 0 ആണ്. സോ എ ഈസ് സിംഗുലാർ. Then another definition, what is non-singular matrix? എന്താണ് നോൺ സിംഗുലാർ മെട്രിക്സ് എന്നുള്ളതാണ്. സോ നോൺ സിംഗുലാർ മെട്രിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്തപ്പോൾ ആ ഡിറ്റർമിനന്റ് വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0. അത് 0 അല്ല. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സിംഗുലാർ മെട്രിക്സ്. അപ്പൊ ഇവിടെ ഒരു മെട്രിക്സ് തന്നു, ഇസ് 1 2 3 4. അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടു. 4 into 1 4, 3 into 2 6, 4 minus 6 become minus 2 is not equal to 0. അപ്പൊ -2 എന്ന് പറയുന്നത് 0ന് ഈക്വൽ അല്ല. സോ നമുക്ക് എന്ത് പറയാം? എ ഈസ് നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചില ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, ഒരു മെട്രിക്സ് നമുക്ക് തരും, എന്നിട്ട് ആ മെട്രിക്സ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ. എ സ്ക്വയർ മൈനസ് 4a പ്ലസ് ഐ ആണ്. ഇറ്റ്സ് നോട്ട് 1, ഇറ്റ്സ് ഐ. ഓക്കെ. ദെൻ എന്നിട്ട് നമ്മളോട് പറയും യൂസിങ് ദിസ് ഇക്വേഷൻ ഫൈൻഡ് എ ഇൻവേഴ്സ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആദ്യം നമ്മളുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ചെക്ക് ചെയ്യാൻ പോകണം. അവിടെ എന്താ വേണ്ടത്? എ സ്ക്വയർ വേണം. ഞാൻ എ സ്ക്വയർ കണ്ടുപിടിച്ചു. ഹൗ ടു കാൽക്കുലേറ്റ് എ സ്ക്വയർ? എ സ്ക്വയർ ഇസ് എ ഇൻറ്റു എ. എ ഇൻറ്റു എ ചെയ്ത് എ സ്ക്വയർ കണ്ടുപിടിച്ചു. എ സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ എഴുതി. പിന്നെ -4a എഴുതി. എയുടെ കൂടെ എല്ലാം 4 മൾട്ടിപ്ലൈ ചെയ്താൽ -4a ആയി. പിന്നെ പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആൻസർ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. സോ എ സ്ക്വയർ -4a പ്ലസ് ഐ എന്ന് പറയുന്നത് ഞാൻ എന്താണെന്ന് പ്രൂവ് ചെയ്തു? 0 ആണെന്ന് പ്രൂവ് ചെയ്തു. 0 മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ സെയിം റിസൾട്ട് ഉപയോഗിച്ചിട്ട് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിനുള്ള പ്രൊസീജിയർ ആണ് ഞാൻ പറയുന്നത്. നോക്കിക്കോളാം. നമ്മളുടെ ഇക്വേഷൻ എടുത്തു. ഓക്കെ. ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ -4a പ്ലസ് ഐ ഈക്വൽ ടു 0. ഈ എ സ്ക്വയർ എന്നുള്ളതിനെ എ ഇൻറ്റു എ എന്ന് എഴുതി. പിന്നെ ഇപ്പുറത്ത് 4a ഇസ് ഈക്വൽ ടു മൈനസ് ഐ എന്ന് എഴുതി. ആ പ്ലസ് ഐനെ റൈറ്റ് സൈഡിലേക്ക് എഴുതി. ഓക്കെ. ദെൻ അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ടേമിന്റെയും കൂടെ ഒരു എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. ലെഫ്റ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. ഇത്തരം മൾട്ടിപ്ലിക്കേഷൻസിന് മെട്രിക്സിൽ അല്ലെങ്കിൽ ഡിറ്റർമിനൻസിലൊക്കെ ചെയ്യുന്ന ഇത്തരം മൾട്ടിപ്ലിക്കേഷൻസിന് നമ്മൾ പറയുന്നത് പോസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ആ മൾട്ടിപ്ലൈ ചെയ്ത ടേം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എ ഇൻവേഴ്സ്, ഇതില് എയും എ ഇൻവേഴ്സും കൊണ്ട് ഒരുമിച്ച് എഴുതി. ഇവിടെ എ ഇൻവേഴ്സ്, ഇവിടെ -i എ ഇൻവേഴ്സ്. ഓർക്കുക, ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ്, 1 ആണ്. 1ന്റെ കൂടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ എന്താണോ അതാണ് ആൻസർ. ഇവിടെ ഐയുടെ കൂടെ എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദ ആൻസർ ഇസ് എ ഇൻവേഴ്സ്. ഇവിടെ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐ ആണ്. എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഐ ആണ്. പിന്നെ ഇവിടെ എ ഇൻവേഴ്സ് ഇൻറ്റു എ, അതും എന്ത് തന്നെയാണ്? ഐ തന്നെ ആണ്. ഓക്കെ. പക്ഷെ അവിടെ നമ്മൾ ഐ എഴുതേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ എന്ത് മാത്രമേ എഴുതുള്ളൂ? എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്നുള്ളതിന്റെ സ്ഥാനത്ത് ഐ എന്ന് വരും. ആ ഐനെ മാറ്റിയിട്ട് നമ്മൾ അവിടെ ഓക്കെ ഐ എന്ന് എഴുതും. ഈ എ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ അത് എ തന്നെയാണ്. ഇവിടെ 4i എന്ന് വന്നു. ഇപ്പുറത്ത് എ ഇൻവേഴ്സ് ഉണ്ട്. സോ എ ഇൻവേഴ്സ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഈ മൈനസ് ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ -4i എന്നുള്ളത് 4i ആവും. പിന്നെ എ ഐ എന്നുള്ളത് ഐ എഴുതേണ്ട ആവശ്യമില്ല, എ മാത്രം മതി. സോ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എ ഇൻവേഴ്സ് ആണ്. എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്പ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. നമ്മുടെ സ്റ്റെപ്പ് ഇതാണ്: എ സ്ക്വയർ -4a
പ്ലസ് ഐ ഇസ് ഈക്വൽ ടു 0 ആണ്. പോസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണ് എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ് മൈനസ് 4a ഇൻറ്റു എ ഇൻവേഴ്സ് പ്ലസ് ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു എ ഇൻവേഴ്സ്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ് ബിക്കം എ മൈനസ് 4 ഇൻറ്റു എ ഇൻവേഴ്സ് എ എന്ന് പറയുമ്പോൾ അത് ഐ ആകും പ്ലസ് ഐ ഇൻറ്റു എ ഇൻവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇത് 0 ആയിപ്പോ. സോ എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സോറി എ ഇൻവേഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എ റൈറ്റ് സൈഡിലേക്ക് പോകും മൈനസ് എ മൈനസ് 4 റൈറ്റ് സൈഡിലേക്ക് പോകും പ്ലസ് 4i. ഇവിടെ എയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ഐയുടെ വാല്യൂ നമുക്ക് അറിയാം, ഇറ്റ്സ് ഐഡന്റിറ്റി. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ എന്ത് കണ്ടുപിടിക്കാം, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചേക്കാനാണ്, എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചേക്കാനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാണ് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തേക്കാനാണ്. ഇവിടെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളാണ്. അതെ, ഈ ഒരു ചോദ്യം നോക്കിയേ, നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. ആദ്യം ഒരു ഇക്വേഷൻ തരുന്നു, ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം, എന്നിട്ട് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത പോലെ തന്നെ പോസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെയും സെയിം പാറ്റേണിൽ തന്നെ ഒരു ചോദ്യമുണ്ട്. ഈ ഒരു ഇക്വേഷൻ ആദ്യം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നിട്ട് വേണം എന്ത് സോൾവ് ചെയ്യാൻ, എ ഇൻവേഴ്സ് സോൾവ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കാം, ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല, കുഴപ്പമില്ല. അതില്ല, കറക്റ്റാണ്. യെസ്, നെവർ മൈൻഡ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 13 and 15 അത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. എന്നാൽ മുകളിൽ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, 2 അല്ല 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്ത് കണ്ടുപിടിക്കാനാണ്, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കണ പോലെ ഇങ്ങനത്തെ ഇക്വേഷൻസും തന്നിട്ടല്ല എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്ന, അല്ലാതെയാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കണം. ഇതിൽ ഈ 2 ചോദ്യങ്ങളുടെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞു പോകാൻ പോവാണ്. ചോദ്യം ഇതാണ്, 2ഉം -2ഉം 4ഉം 3ഉം ഇങ്ങനെ 2x2 മെട്രിക്സുകൾ തന്നിട്ട് അതിന്റെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കുക. അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്യുക, 3ഉം 2ഉം. ഇത് രണ്ടും സൈൻ ചേഞ്ച് ചെയ്യുക, -4ഉം 2ഉം. ഓക്കെ, ഇനി എ എന്നുള്ളതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. എ എന്നുള്ളതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 2 -2 4 3. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ 6 -8 ആൻസർ ഇസ് 40. ഓക്കെ, ദെൻ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറയുന്നത് അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. എന്താണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്, 3 2 -4 2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഇസ് 40. ഇതാണ് 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ഒരു 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ഒരു 2x2 മെട്രിക്സ് കൂടി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആറാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കൂടി നിങ്ങൾക്ക് ഇതേ രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 13ാമത്തെ ചോദ്യത്തിൽ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് ആ ഇക്വേഷൻ ഉപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം. എന്നാൽ 5th ക്വസ്റ്റ്യനിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞേക്കുന്ന, നേരെ തന്നെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചോളാനാ പറഞ്ഞാണ്. എന്നാൽ 7th ക്വസ്റ്റ്യൻ ഒരു 3x3 മെട്രിക്സ് ആണ്. 3x3 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റൂല, കുറച്ച് സ്റ്റെപ്സ് വരുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ആ രീതിയിലാണ് ഞാനത് ചെയ്യാനായിട്ട് പോകുന്നത്. 3x3 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ പറയുന്ന കാര്യം നമ്മൾ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ടൈം എടുത്ത് ചെയ്തു തന്നേക്കുന്ന കാര്യമാണ്. കൂടുതൽ ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളുടെ ക്ലാസ്സിൽ പറഞ്ഞേക്കുന്ന ആ ഷോർട്ട് കട്ട് മെത്തേഡിലേക്ക് നിങ്ങൾ പോകണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3x3 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നമ്മൾ പറഞ്ഞേക്കണ ഇങ്ങനെയാണ്, 1 2 3 0 2 4 0 0 5
എടുത്തെഴുതുക. ദെൻ ഫസ്റ്റ് കോളം റിപ്പീറ്റ് ചെയ്യുക 1 0 0, സെക്കൻഡ് കോളം റിപ്പീറ്റ് ചെയ്യുക 2 2 0, ഫസ്റ്റ് റോ റിപ്പീറ്റ് ചെയ്യുക 1 2 3 1 2, സെക്കൻഡ് റോ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഈ ഒരു റോയും ഈ ഒരു കോളവും എലിമിനേറ്റ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡയറക്റ്റ് ആയി നമുക്ക് അഡ്ജോയിന്റ് എ എഴുതാം. ഇതിൽ നിന്നും ശ്രദ്ധിച്ചിരിക്കുക, ഇപ്പൊ പറയുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ പഴയ വീഡിയോസിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക 10 -0 അത് ഇവിടെ എഴുതുക, 10 -0 ഇവിടെ എഴുതുക. അടുത്തത് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക 0 -0 0 -0 നേരെ മൾട്ടിപ്ലൈ ചെയ്ത് പോയത് താഴെ എഴുതുക. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ എടുത്തു നോക്കണം. ഇത് രണ്ടും 0 ഇത് രണ്ടും 0 അതും താഴെ എഴുതണം. ദെൻ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക 0 -10 അത് ഇവിടെ എഴുതുക -10. അടുത്തത് 5 -0 ആൻസർ 5 അത് താഴെ എഴുതണം. നേരെ മൾട്ടിപ്ലൈ ചെയ്ത് പോകും, താഴെ എഴുതും 0 -0 0. ദെൻ അഗെയിൻ സ്പീഡ് കൂടുതലാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. 8 -6 8 -6 എന്ന് പറയുമ്പോൾ 2. അടുത്തത് 0 -4 എന്ന് പറയുമ്പോൾ -4. അടുത്തത് 2 -0 എന്ന് പറയുമ്പോൾ 2. ഇതാണ് നമ്മളുടെ അഡ്ജോയിന്റ്. ഇവിടെ നിന്ന് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ കണ്ടുപിടിച്ചിരിക്കുന്ന അഡ്ജോയിന്റ് എയിനെ ഇതിന്റെ തന്നെ ഡിറ്റർമിനന്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് 3x3 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ്. ഇനി ചില പ്രോബ്ലംസിൽ നമ്മളോട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചില പ്രോബ്ലംസിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അവിടെ നമ്മളോട് ഏത് രീതിയിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എന്ന് പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, എന്നാൽ ചില പ്രോബ്ലംസിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അവിടെ മൈനർ എലമെന്റുകളും കോഫാക്ടർ എലമെന്റുകളും ഒക്കെ കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൈനർ എലമെന്റും കോഫാക്ടർ എലമെന്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ബോർഡ് എക്സാം അല്ല, ഫസ്റ്റ് ടേം എക്സാമിനേഷനിൽ നിങ്ങളോട് സ്കൂളിൽ ടീച്ചർ ഏത് രീതിയിലാണോ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ആ രീതി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഐ റിപ്പീറ്റ്, ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷന് നിങ്ങളോട് സ്കൂളിൽ ടീച്ചർ ഏത് രീതിയിലാണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതി തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ടീച്ചർ നിങ്ങൾക്ക് മാർക്ക് തരില്ല. എന്നാൽ ബോർഡ് എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങളോട് ഇന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള രീതി ഏതാണോ, നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുള്ള രീതി ഏതാണോ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പു തരുന്നു മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സോ ഞാൻ പ്രോബ്ലംസ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഒരു പ്രോബ്ലം കൂടി ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടേക്കുന്നതാണ്. വീണ്ടും നമ്മുടെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ് വീണ്ടും ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഓക്കെ, യെസ്, ഇത്തരം പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഡിറ്റർമിനൻസിന്റെയും അതുപോലെ തന്നെ മെട്രിക്സിന്റെയും ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസ്. ഇതില് ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോ ചില ആൾക്കാർ ഓർക്കും, സാർ എന്താണ് ഈ കൺസിസ്റ്റന്റ്, വാട്ട് ഇസ് മീൻ ബൈ കൺസിസ്റ്റന്റ്? എ കൺസിസ്റ്റന്റ് സിസ്റ്റം മീൻസ് a system of equation is said to be consistent if it has solutions. Okay, അതായത് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻസിൽ എന്തുണ്ട്, സൊല്യൂഷൻ ഉണ്ട്, ഉത്തരമുണ്ട്, ആൻസർ ഉണ്ട്. ഓക്കെ, വാല്യൂ ഉണ്ട്. മേ ബി 1 or more than 1. 1 ആകാം, ഒരു വാല്യൂ ആകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാകാം, എന്തോ ആയിക്കോട്ടെ. ആൻസർ ഉണ്ട് എങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണ്. അപ്പൊ ആൻസർ ഇല്ല എങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. Inconsistent system, a system of equation is said to be inconsistent if its solution does not exist. Okay,
അപ്പോൾ ഡിറ്റർമിനന്റും മെട്രിക്സും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് തരുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, കുറച്ച് ഇക്വേഷൻസ് തരും. ആ ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കാം. കൺസിസ്റ്റന്റ് ആണ് എങ്കിൽ അതിന്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. കൺസിസ്റ്റന്റ് അല്ല എങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് സൊല്യൂഷൻ ഇല്ല എന്ന് നമുക്ക് എഴുതി അവസാനിപ്പിക്കാം. സോ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകണാണ്. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇത് സോൾവ് ചെയ്യാനാണ്. മീൻസ് ഇതിന് എക്സിനും വൈക്കുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നാൽ, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ സിസ്റ്റം ഓഫ് ഇക്വേഷനിലെ ഓരോ കോഎഫിഷ്യന്റ് നോക്കാം. ഇവിടെ 2, ഇവിടെ 5, ഇവിടെ 3, ഇവിടെ 2. എക്സിന്റെ കോഎഫിഷ്യന്റ് 2ഉം 3ഉം, വൈയുടെ കോഎഫിഷ്യന്റ് 5ഉം 2ഉം. പിന്നെ വേരിയബിൾസ് എക്സും വൈയും. ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? 2ഉം 3ഉം എക്സിന്റെ വേരിയബിൾസ്, 5ഉം 2ഉം വൈയുടെ വേരിയബിൾസ്. കോഎഫിഷ്യന്റ്. വേരിയബിൾസ് എന്ന് പറയുന്നത് എക്സും വൈയും. പിന്നെ ഈക്വൽ ടു കഴിഞ്ഞിട്ട് വന്നേക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1ഉം 7. ഈ തന്നിരിക്കുന്ന ടേംസ് വെച്ചിട്ട് ഞാനൊരു മെട്രിക്സ് ഫോം ചെയ്യാനാണ്. ഇതിൽ ആദ്യത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് 2, 3, വൈയുടെ 5, 2. ഇത്. പിന്നെ എക്സ് വെച്ചിട്ടൊരു വേരിയബിൾ ഇക്വേഷൻ, വേരിയബിൾ മെട്രിക്സ് എക്സ് വൈ. പിന്നെ ബി എന്ന് പറഞ്ഞ് കോൺസ്റ്റന്റ്, ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ള കോൺസ്റ്റന്റ്സ് വെച്ചിട്ടുള്ള ഒരു മെട്രിക്സ്. അപ്പൊ ഇത്തരത്തിൽ എ എന്നും എക്സ് എന്നും ബി എന്നും പറഞ്ഞ് ഞാൻ ഒരു മെട്രിക്സ്, ഒരെണ്ണമല്ല 3 മെട്രിക്സുകൾ ഇവിടെ ഫോം ചെയ്തേക്കണം. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യണം. ഓക്കെ, ദെൻ അവിടെ നിന്ന് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താ? 2 × 2 4 -15. 4 - 15 എന്ന് പറഞ്ഞാൽ 11. സോ ഡിറ്റർമിനന്റ് വാല്യൂ 11 അല്ല, -11. അപ്പൊ ഡിറ്റർമിനന്റ് വാല്യൂ 0 അല്ലാത്തതുകൊണ്ട് ഈ മെട്രിക്സ് എന്താണ്? നോൺ സിംഗുലർ ആണ്. നോൺ സിംഗുലർ. ഡിറ്റർമിനന്റ് വാല്യൂ 0 അല്ലെങ്കിൽ അത് നോൺ സിംഗുലർ ആണ്. നോൺ സിംഗുലർ ആണെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. സോ ഹാസ് എ യുണീക് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇത് കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അതെ ഞാൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോകണം. ഇവിടെ കണ്ടുപിടിക്കുന്നത് എ ഇൻവേഴ്സ് ആണ് കേട്ടോ. ആദ്യം കണ്ടുപിടിക്കുന്നത് എ ഇൻവേഴ്സ് ആണ്. അപ്പൊ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതിയിട്ടില്ല. ഹൗ ടു കാൽക്കുലേറ്റ് എ ഇൻവേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. നമുക്കറിയാം അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കുക, അതിനെ ഡിറ്റർമിനന്റ് എ വെച്ച് ഡിവൈഡ് ചെയ്താൽ ഗീവ്സ് ദ ഇൻവേഴ്സ്. ഇൻവേഴ്സ് നമുക്ക് കിട്ടും. സോ ഞാനിവിടെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. ദെൻ ആ ഇൻവേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. എക്സ് is equal to എ ഇൻവേഴ്സ് ബി. ഈ ഇക്വേഷൻ അറിയപ്പെടുന്നത് മെട്രിക്സ് മെത്തേഡ് എന്നാണ്. മെട്രിക്സ് മെത്തേഡ്. അപ്പൊ മെട്രിക്സ് മെത്തേഡ് ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇതിൽ എ ഇൻവേഴ്സ് ഞാനിപ്പോ കണ്ടുപിടിച്ചു. ബി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ നേരത്തെ എഴുതിയ നമ്മളുടെ മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ നേരത്തെ എഴുതിയ നമ്മളുടെ മെട്രിക്സ് ആണ്. സോ നോക്കുക, എ ഇൻവേഴ്സിന് -1/11, പിന്നെ എ ഇൻവേഴ്സിന്റെ ബാക്കി എഴുതി, പിന്നെ ബി എഴുതി. സോ ഇവിടെ എ ഇൻവേഴ്സിനെ ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വന്നേക്കാണ്. സോ മെട്രിക്സ് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 2/2 ആണ്. ഇവിടെ 2/1 ആണ്. മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലിക്കേഷൻസ് നിങ്ങൾ സ്വന്തമായിട്ട് പെർഫോം ചെയ്ത് നോക്കുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഡിറ്റർമിനന്റ് ഏറ്റവും ഈസി ആകണമെങ്കിൽ മെട്രിക്സ് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, സോ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഓരോന്നിനെയും ഞാൻ 11 വെച്ച് ഡിവൈഡ് ചെയ്തു. വെറും 11 അല്ല, -11 വെച്ച് ഡിവൈഡ് ചെയ്തു. സോ -33 become 3 ആകും. ദെൻ 11 become -1. അപ്പൊ ഇത് എക്സും വൈ ആണ്. ആക്ച്വലി ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സും വൈയും. അപ്പൊ എക്സിന് നേരെ കിടക്കുന്നത് 3ഉം വൈക്ക് നേരെ കിടക്കുന്നത് -1ഉമാണ്. സോ നമ്മുടെ സൊല്യൂഷൻ ആയി എക്സ് is equal to 3ഉം y is equal to -1ഉം. അപ്പൊ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് മെത്തേഡാണ്? മെട്രിക്സ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ആ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം എന്ത് ചെയ്തേക്കുന്നത്? സോൾവ് ചെയ്തേക്കുന്നത്. അതുപോലെ വീണ്ടും സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ്. വീണ്ടും മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ തന്നേക്കാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, ഇവിടെയും നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ കോഎഫിഷ്യന്റുകൾ നോക്കുക. 3ഉം 2ഉം 4ഉം. 3, 2, 4.
ഓക്കെ, എല്ലാം ചിലപ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റൂല. -2 1 -3. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന വാല്യൂ 1ഉം 8ഉം 1ഉം 4ഉം വേരിയബിൾസ് വന്നിരിക്കുന്ന XYZ. സോ ഇത് വെച്ചിട്ട് ഞാനൊരു മെട്രിക്സ് ഫോം ചെയ്യാണ്. ഞാൻ ഫോം ചെയ്യുന്ന മെട്രിക്സ് നിങ്ങൾ നോക്കുക. മെട്രിക്സ് ഇതാണ് എ എന്ന് ഇവിടെ ഇക്വേഷൻ ഉണ്ട്. അതെ, മെട്രിക്സ് ഫോം ചെയ്തു 3 to 4 3 to 4. ഇവിടെ -2 1 -3 -2 1 -3 then 3 -1 2 3 -1 2 പിന്നെ എക്സ് ഫോം ചെയ്തു, ബി ഫോം ചെയ്തു. അങ്ങനെ എ മെട്രിക്സ് ഫോം ചെയ്തു, എക്സ് ഫോം ചെയ്തു, ബി ഫോം ചെയ്തു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. ആ ഡിറ്റർമിനന്റ് എനിക്ക് -17 എന്ന് കിട്ടി. -17. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നോൺ സിംഗുലർ ആണ്. എ എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ ഇൻവേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു 3/3 മെട്രിക്സിന്റെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ ആണ്. ഓക്കെ, അത് നമ്മൾ നേരത്തെ ഒരെണ്ണം ചെയ്ത് കാണിച്ചതാണ്. ആ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അങ്ങനെ എ ഇൻവേഴ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് is equal to എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്ന മെട്രിക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോ എ ഇൻവേഴ്സിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബി മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് is equal to എ ഇൻവേഴ്സ് ബി. സോ ആ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. ഓരോന്നും ഈ എടുത്തിട്ട് 7 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ എടുത്തിട്ട് 7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. രണ്ടാമത്തെ റോ എടുത്തിട്ട് ഇതേപോലെ തന്നെ 7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൂന്നാമത്തെ എടുത്തിട്ട് 7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് XYZ എന്നുള്ളത് ഇങ്ങനെ കിട്ടി, 1 2 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ വാല്യൂസ് എഴുതുകയാണ്. X is equal to 1, then Y is equal to 2, Z is equal to 3. ഓക്കെ, അപ്പോ ഒരു 2/2 മെട്രിക്സിനെ നമുക്ക് മെട്രിക്സ് മെത്തേഡിൽ സിംപ്ലിഫൈ ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ദെൻ 3/3 വരുന്ന ഇക്വേഷൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം, 3 വേരിയബിൾസ് വരുന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന 2 ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇവിടെ എ തന്നിട്ടുണ്ട്, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. എ ഇൻവേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ മെട്രിക്സിന്റെ ഭാഗമാണ്. നോക്കിയേ, 5 - 4 2 5 - 4 2 3 2 1 വെറും 3 അല്ല, -3 2 1. അപ്പോ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. പിന്നെ എക്സ് is equal to എ ഇൻവേഴ്സ് ബിയിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഒരു വേർഡ് പ്രോബ്ലം കൂടി ലാസ്റ്റ് കിടക്കുന്നുണ്ട്. നമുക്ക് ആ വേർഡ് പ്രോബ്ലം കൂടി ഒന്ന് നോക്കിയേക്കാം. അതായത് ഒരു വേർഡ് പ്രോബ്ലം, ദ കോസ്റ്റ് ഓഫ് 4 kg ഒനിയൻ, 3 kg വീറ്റ് ആൻഡ് 2 kg റൈസ് ഇസ് 60. അപ്പൊ നോക്കാം, ഒനിയൻ എന്നുള്ളതിന്റെ 1 kg റേറ്റ് എക്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ വീറ്റ് എന്നുള്ളതിന്റെ 1 kg റേറ്റ് വൈ ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ റൈസ് എന്നുള്ളതിന്റെ 1 kg റേറ്റ് ഇസഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. സോ 4 kg ഒനിയനും 3 kg വീറ്റും 2 kg റൈസും കൂടി മേടിച്ചപ്പോൾ 60 rupees ആയി. സോ ഫസ്റ്റ് ഇക്വേഷൻ. Then cost of 2 kg onion plus 4 kg wheat plus 6 kg rice is 90. And cost of 6 kg onion, 2 kg wheat plus 3 kg rice is 70. ഓരോന്നിന്റെയും പെർ കെ ജി വെയിറ്റ് മെട്രിക്സ് മെത്തേഡിൽ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ, വൈയുടെ വാല്യൂ, ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് എന്ത് ഫോം ചെയ്യാം, എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഫോം ചെയ്യാം, ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഫോം ചെയ്യാം, എക്സ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഫോം ചെയ്യാം. ഓക്കെ, ആ ഡേറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് എക്സാം എഴുതാനായിട്ട് പോവുക. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങൾ, അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ, ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ, അതുപോലെ ആദ്യം ഉണ്ടായിരുന്ന ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മെട്രിക്സ് നിന്നും ഡിറ്റർമിനൻസ് നിന്നും കൂടി ചേർത്തിട്ട്
മാക്സിമം ഒരു 24 മാർക്ക് വരെ വരാൻ സാധ്യത ഉള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡെറിവേറ്റീവ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ഉണ്ട്, പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഉണ്ട്, പ്ലസ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാ ചാപ്റ്ററും തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ട് നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷന് ഓൾ ദി ബെസ്റ്റ്.